Good morning and welcome to Varthamanam ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. മോദി സർക്കാർ ഒരു വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ ഒരു വർഷം കഴിഞ്ഞ് പുതിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ മോദിയുടെ പ്രതിച്ഛായ താഴേക്ക് സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ സർക്കാരിനെ ഏറ്റവും വിഹ്വലമാക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെ അങ്ങേയറ്റം അപായപ്പെടുത്താൻ പാകത്തിലുള്ള രീതിയിൽ അഴിമതി കഥകൾ, കെടുകാര്യസ്ഥതയുടെ കഥകൾ പുറത്തേക്ക് വരുന്നു NDA സർക്കാരിൻ്റെ ഉൾത്തളങ്ങളിൽ നിന്ന്. അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പ്രധാനപ്പെട്ട വനിതാ നേതാക്കളാണ് അഴിമതിയിലോ കെടുകാര്യസ്ഥ വാർത്തയിലോ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം 2004 മുതൽ 2014 വരെ ഉണ്ടായിരുന്ന UPAയുടെ 1ഉം 2ഉം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 21 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് ഇന്ത്യയിൽ നടന്നത്. ആ അഴിമതിയുടെ പശ്ചാത്തലത്തിലാണ് 205 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് കേവലം 44 സീറ്റുകളിലേക്ക് കാറ്റുപോയ ബലൂൺ എന്ന കണക്കെ ചുരുങ്ങിപ്പോയത്. ആ സാഹചര്യം മുൻനിർത്തി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോഴേക്കും മോദി സർക്കാരിലെ പ്രശസ്തരായ ആളുകൾ ഒന്നുകിൽ അഴിമതി അല്ലെങ്കിൽ കെടുകാര്യസ്ഥത എന്നിവയിൽ എത്തി നിൽക്കുന്നുവോ? ഇന്ന് മലയാളം ഇംഗ്ലീഷ് പത്രങ്ങൾ തരുന്ന പ്രധാനപ്പെട്ട വാർത്ത സ്മൃതി ഇറാനിയെ സംബന്ധിച്ച വാർത്തയാണ്. ആ വാർത്തയുടെ സവിശേഷത HRD മന്ത്രിയായിരിക്കുന്ന സ്മൃതി ഇറാനിയെ സംബന്ധിച്ച് സ്മൃതി ഇറാനിക്കെതിരെ വ്യാജ യോഗ്യതാ കേസ് എന്ന ശീർഷകത്തിൽ കോടതി അവർക്കെതിരെ കേസെടുക്കുന്നതിൽ തെറ്റില്ല എന്ന നിലയ്ക്ക് നടത്തിയ നിഗമനം വാർത്തയായി മാറിയിരിക്കുന്നു. സ്മൃതി ഇറാനി ഒരു തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുള്ള നേതാവല്ല, പൊതു തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ചരിത്രമുള്ള നേതാവാണ്. അവർ നന്നേ ചെറുപ്പമാണ്. ഒരു ശരാശരി സീരിയൽ നടിയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് BJPയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലേക്ക് ഈ താരം അതിവേഗം ഉദിച്ചുയർന്നത് എന്ന് നമുക്കറിയാം. 3 തവണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ആ 3 തവണ 3 രീതിയിൽ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. 2004-ലും 2011-ലും 2013-ലുമൊക്കെ ഭിന്നമായ രീതിയിൽ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പ്രഖ്യാപിച്ചതിന് തൊട്ടുപിറകെ ഈ വിദ്യാഭ്യാസ യോഗ്യത ശരിയോ തെറ്റോ എന്നതിനെ സംബന്ധിച്ച് വിവരാവകാശം ശേഖരിച്ച് കോടതിയിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കോടതി പറഞ്ഞു സ്മൃതി ഇറാനിക്കെതിരെ വ്യാജ യോഗ്യതാ കേസ് എടുക്കുന്നതിന് തടസ്സമില്ല എന്ന്. അലങ്കോലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ. വലിയ കൊട്ടിഘോഷത്തോടെ, വലിയ ധാർമ്മിക വിശുദ്ധി പ്രഖ്യാപനത്തിൻ്റെ അകമ്പടിയോടെ രംഗത്ത് വന്നതാണ്. ഇതാ തലകുത്തി വീഴാൻ പോകുന്നുവോ എന്ന സന്ദേഹം ജനിപ്പിക്കുന്നു. ആഭ്യന്തരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ഇന്നേക്ക് 40ാം പിറന്നാളാണ്. 1975 ജൂൺ 25 നിന്ന് ഇന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ LK അദ്വാനി കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഇനിയും വരാം. അതിനുവേണ്ട ജനാധിപത്യ വിരുദ്ധ ശക്തികൾ ഇന്ന് അധികാരത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് മലയാള മനോരമയുടെ 1ാം പുറം നോക്കുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ഇന്ന് 40 വയസ്സ്. ജയപ്രകാശ് നാരായണന് ദേശീയ സ്മാരകം തോമസ് ഡൊമിനിക് ദില്ലിയിൽ നിന്ന് ആ വാർഷിക വാർത്ത എത്തിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ജയപ്രകാശ് നാരായണന് ദേശീയ സ്മാരകം. ഈ വർഷമൊടുവിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ബീഹാറിൽ തന്നെയാണ് ആ സ്മാരകം പണിയാനും പോകുന്നത്. 40 വർഷം താണ്ടുമ്പോൾ ആഭ്യന്തരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഒരുപക്ഷെ 20 or 21 മാസങ്ങൾ ഇന്ത്യയെ തടവറയാക്കി മാറ്റിയ ആ രാഷ്ട്രീയ പ്രതിഭാസം അതിൻ്റെ 40ാം വർഷം ആചരിക്കുമ്പോൾ പത്രങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? മാധ്യമവും കേരള കൗമുദിയും ജന്മഭൂമിയും മലയാള മനോരമയും ഒഴിച്ച് മറ്റൊരു പത്രവും 1ാം വായനയിൽ മറ്റൊരു പത്രവും 1ാം പേജ് വാർത്തയാക്കി അത് കണ്ടില്ല. മാതൃഭൂമിയും മാധ്യമവും ഇതുമായി ബന്ധിപ്പിച്ച് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി കാരാട്ടിൻ്റെ ലേഖനം ഇതുമായി ബന്ധിപ്പിച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മംഗളം P. വിശ്വംഭരൻ്റെ
ഒരു ഇൻ്റർവ്യൂ നൽകിക്കൊണ്ട് അടിയന്തരാവസ്ഥയെ അനുസ്മരിച്ചിട്ടുണ്ട് എന്നത് കഴിഞ്ഞാൽ ഗൗരവതരമായ അനുസ്മരണമൊന്നും സത്യത്തിൽ മലയാള പത്രം ഇതുമായി മുന്നോട്ട് വച്ചിട്ടില്ല. ഹിന്ദു ആകട്ടെ സമുചിതമായി ഒരു ലേഖനം എഡിറ്റ് പേജിൽ തന്നുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ 40ാം വാർഷികത്തിൻ്റെ അന്തർഗതങ്ങൾ നമുക്ക് പകർന്ന് തരുന്നു.